പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് 6% എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത്. BJPക്ക് ഓരോ പ്രാവശ്യവും വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൂടും. ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു, ആദ്യത്തെ താമര എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അങ്ങനെ താമരകൾ വിരിയട്ടെ. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്തു. എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻ്റാണ്. എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി ശരിയാണ്, കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കണ അച്ഛനും അമ്മയുടെ കൂടെ ജീവിച്ച, സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ്. ഞാൻ ഇപ്പോഴും പറയും, എനിക്ക് ഇവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്, അത് അവരെയാണ് ഇനി ആലോചിക്കേണ്ടത്. എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത്. ഇത്ര മാത്രമേ പറയുള്ളൂ. ഓ പോയി ക്ഷണിക്കുമെന്നാ? എങ്ങോട്ടേക്ക്? എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും വിവരമില്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള 2 പിള്ളേരാണ് ഏറ്റാണ് കെ കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് മുരളിയേട്ടനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. മുരളിയേട്ടന് വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. അത് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യം, അറിയാത്ത കാര്യം ഇല്ല. ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല. കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അല്ല, ഞാനോ സ്നേഹം? എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട്. അയ്യോ, ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ 2 ഇതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. എന്നെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം. ദേഷ്യം വന്നാൽ എന്ത് പറയും, അച്ഛനേലും അമ്മയിലൊക്കെ പറഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആള് താഴത്തേക്ക് പോവും. പറഞ്ഞോട്ടേന്നേ, ഞാൻ അനിയത്തിയല്ലേ. അയ്യ, അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവോ? എനിക്കറിയില്ല. കാരണം അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, എല്ലാ ഇതിലും വരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയാ തോൽപ്പിക്കട്ടെ? 3ാമത്തെ ഇലയ്ക്ക് ഇട്ടതാ. ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയാം? പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആള് തൃശ്ശൂർ. അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇതിനൊന്നും ഉത്തരം പറയണില്ല. എന്താ കാരണം അറിയാം? നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ DCC ഓഫീസിന്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ട. ഞാനല്ലല്ലോ പറഞ്ഞു, കോൺഗ്രസ്സുകാരെന്നാ ചെയ്തതാണ്, ഞാനല്ല ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ആയിരിക്കുമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരും മോശമെന്ന് ഞാൻ പറയില്ല. നല്ല ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഇപ്പം അധികാരം. അവരാണ് തീരുമാനിക്കുന്നത് ആരിവിടെ വരണം, ആര് ജയിക്കണം, എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ്. അതെ. ഏതാ? ഞാൻ പറയട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ കീഴിലായിരിക്കുമല്ലോ.
പിന്നെ ഉമ്മ വെക്കണതും വേർപ്പ് ഒപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കെട്ട് പോയി ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ തലമുറ മാറിയല്ലോ. ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറെ ആളുകളുണ്ട്. അത് അവരും മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല. അതിലും ഉണ്ടായിരുന്നു കുറെ ആളുകൾ. ആ ആളുകളും വേറെ കുറെ പുതിയ ആളുകൾ വന്നവർ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ഒരു കമ്പനി ആയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ 35 കൊല്ലം MLA ആയിരുന്നേ. മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല ശരിക്കും പറയാം. അല്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും, എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി രാശിയില്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല. ആണ് അത് ശരിയാണ്. പക്ഷെ അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല. തൃശ്ശൂരത്തെ കുറേ ആളുകളുണ്ട്. അവരുള്ളിടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്ന് എനിക്ക് ഇനി സത്യം പറഞ്ഞ ഇല്ല. അല്ല, ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട്, നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് UDFന് എല്ലാ സ്ഥലത്തും, ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം, അവർ ശക്തമായി വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.